ചേച്ചി എങ്ങനെയാ പോണേ? ആ ഹലോ, എല്ലാവർക്കും സ്റ്റെപ്പ് ത്രീഷിലേക്ക് സ്വാഗതം. അതെ, നമ്മളിന്ന് ട്രാമിലാണ് ഒരു യാത്ര പോകണം കേട്ടോ. ഞാൻ താമസിക്കുന്നിടത്ത് സിറ്റി പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ട്രാം വഴി പോവാം, അല്ലെങ്കിൽ ബസ് വഴി പോവാം. ഇന്ന് ട്രാം ചൂസ് ചെയ്തപ്പോൾ എനിക്കിതിനെ കുറിച്ചൊരു കഥ പറയാനുണ്ട് കേട്ടോ. ഒന്നുമില്ല, ചാലക്കുടി ട്രാംവേ. ഒരു ചാലക്കുടിക്കാരി ആയിരുന്നിട്ട് തന്നെ ഞാനിത് പറയട്ടെ. കേരളത്തിലെ ആദ്യത്തെ ഗതാഗത സംവിധാനങ്ങളിൽ ഒന്നായിരുന്നു 1907 ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചാലക്കുടിയിൽ വന്ന ചാലക്കുടി ട്രാംവേ. ചാലക്കുടിയിൽ നിന്ന് കൊടകരയിലേക്കുള്ള ട്രാംവേ ആരംഭിച്ചു. കശുവണ്ടി, കുരുമുളക്, തെങ്ങ് പോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ നദീതീരത്തേക്ക് എത്തിക്കാനായിരുന്നു ട്രാംവേ. കുതിരകളെ വെച്ചോ മാനവിക ശക്തി വെച്ചോ ആയിരുന്നു ട്രാം തള്ളി നീക്കുന്നത് അത്രേ. പക്ഷെ 1920 റോഡ് ഗതാഗതം വന്നതോടെ ഈ ട്രാംവേ അവശേഷിച്ചിട്ടില്ല. അതിൻ്റെ ഓർമ്മകൾ മാത്രം ബാക്കി. എനിവേ, ഇന്ന് ഞാൻ സിറ്റി പോകാൻ നേരത്ത് ട്രാമിൽ പോകാമെന്ന് വെച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ കഥയാണ് ഓർമ്മ വന്നത്. എനിക്ക് കഥ കിട്ടാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ സമയത്ത് എൻ്റെ സീനിയർ ചേച്ചിയായിട്ടുള്ള ലക്ഷ്മി ചേച്ചി പറഞ്ഞത്. പിന്നെ രണ്ടാമത് ഓഫ് കോഴ്സ് ഗൂഗിൾ മാതാവിൻ്റെ സഹായം ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. ഇതാണ് നോട്ടിംഗ്ഹാം റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ നോട്ടിംഗ്ഹാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എങ്ങോട്ട് പോകണമെങ്കിലും നമുക്ക് ഒന്നുകിൽ ട്രാം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബസ് യൂസ് ചെയ്യാം. ട്രാം കുറച്ച് എക്സ്പെൻസീവ് ആണ്, എങ്കിലും കുഴപ്പമില്ല. ഒരു ഫുൾ ഡേ ടിക്കറ്റിന് £5.50 ആണ് കേട്ടോ വരുന്നത്. അത് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ £4.50 വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ സിറ്റി എത്തിയിട്ടോ. ഇതാണ് നോട്ടിംഗ്ഹാം സിറ്റി. നമുക്ക് സിറ്റിയിലോട്ടാണ് പോകേണ്ടത്. ഞാനും സോനും കൂടി വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം സിറ്റി എത്തിയതേ അറിഞ്ഞില്ല. നാട്ടിൽ ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര പോയിരുന്നത് നമുക്ക് ട്രാവൽ ഈസ് എ ബെസ്റ്റ് എക്സ്പീരിയൻസ്. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് കേട്ടോ. അങ്ങനെ നമ്മൾ സിറ്റി എത്തി. ഈ സ്റ്റോപ്പിൻ്റെ പേര് ഓൾഡ് മാർക്കറ്റ് സ്ക്വയർ എന്നാണ് കേട്ടോ. നോട്ടിംഗ്ഹാം സിറ്റി കൗൺസിൽ ഉള്ളത് ഇവിടെയാണ് കേട്ടോ. ഈ പുറകെ കാണുന്ന വലിയ കെട്ടിടമാണ് സിറ്റി കൗൺസിൽ. ഇവിടെയാണ് നമ്മുടെ ന്യൂ ഇയർ ടൈമിൽ, ക്രിസ്മസ് ടൈമിൽ ഒക്കെ ഫയർ വർക്ക്സും കാര്യങ്ങളും കൗണ്ട് ഡൗണും ഒക്കെ നടക്കുന്നത് ഈ സിറ്റി കൗൺസിലിൻ്റെ ഫ്രണ്ടിലായിരിക്കും കേട്ടോ. വളരെ ഭംഗിയാണത് കാണാൻ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. സാധാരണ അവധി കിട്ടുന്ന ദിവസങ്ങളാട്ടോ ഞങ്ങളിങ്ങനെ സിറ്റിയിലേക്കൊക്കെ ഇറങ്ങുക. അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതിനൊന്നും ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴൊന്നും പിന്നെ സമയം ഉണ്ടാവില്ല. മിക്കതും ഞാനും സോനയും കൂടി ഒരുമിച്ചായിരിക്കും സിറ്റിയിൽ പോവുക. നമ്മളിപ്പോൾ എന്തായാലും ഫസ്റ്റായിട്ട് പോകുന്നത് നമുക്ക് കുറച്ച് ഡ്രസ്സ് നോക്കണം, കുറച്ച് കാര്യങ്ങൾ മേടിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രൈമാർക്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് കേട്ടോ. യുകെയിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയുന്നൊരു ഷോപ്പായിരിക്കും പ്രൈമാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കയറി ചെന്നപ്പോൾ തന്നെ സോനയുടെ കണ്ണ ഉടുപ്പിലുടക്കിയിട്ടോ. അതാണ് സോന കൈ കൊണ്ട് കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ട്രെൻഡ്സ് അല്ലെങ്കിൽ സുഡിയോ അങ്ങനത്തെ ഒക്കെ ഉള്ള ഷോപ്പുകളില്ലേ, അങ്ങനത്തെ ഒരു ഷോപ്പാണ് കേട്ടോ പ്രൈമാർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആളാ ഉടുക്കുമ്പോൾ തന്നെ അത് നോക്കി കുറേ നേരം നിൽക്കും. ഒരു കാര്യമില്ല, വാങ്ങിക്കാനൊന്നും പോകുന്നില്ല. പിന്നീടുള്ള ബഡ്ജറ്റിലേക്ക് നോക്കാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവൾ മുന്നോട്ട് പോയി. കുറേ കമ്മലുകൾ, ഇതൊന്നും ഇങ്ങനെ സ്വതവേ ഇങ്ങനെ വയ്ക്കാറില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഈ എൻട്രൻസിൽ തന്നെ കാണുന്നത് കേട്ടോ, ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ആസ് യൂഷ്വൽ ഞാൻ ബാഗ് എടുത്തു. എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കി തുടങ്ങി. പിന്നെ നോക്കുന്നതിൽ പകുതി ഞാൻ പർച്ചേസ് ചെയ്യാനൊന്നുമില്ല. എല്ലാവരും പോലെയൊക്കെ തന്നെ, നാട്ടിലെ പോലെയൊക്കെ തന്നെ നമ്മളെല്ലാം നോക്കുന്നു, വില നോക്കുന്നു, തിരിച്ചു വയ്ക്കുന്നു. പക്ഷെ എന്നാലും രസമല്ലേ. നമുക്ക് ഓരോ പുതിയ ഡ്രസ്സുകൾ കാണുമ്പോഴും, അല്ലെങ്കിൽ പുതിയ ചെരുപ്പുകൾ കാണുമ്പോഴും, വളകൾ കാണുമ്പോഴും, മാലകൾ കാണുമ്പോഴും ഒക്കെ നമുക്ക് മേടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ എല്ലാ പ്രാവശ്യത്തെ പോലെ ബഡ്ജറ്റും ഒക്കെ ഇല്ലല്ലോ. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ ചെറിയ ഷോപ്പിംഗ് ആണ്. ചെരുപ്പുകളൊക്കെ ഇരിക്കണ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അതുമാതിരി തന്നെ ക്ലിപ്സ്, തലയിലിടുന്ന ക്ലിപ്സ് ആണെങ്കിലും ശരി, ബാഗാണെങ്കിലും ശരി, എല്ലാം നമുക്ക് പ്രൈമാർക്കിൽ നിന്ന് കിട്ടും കേട്ടോ. നമ്മൾ സാധാരണക്കാരൊക്കെ സാധാരണ പ്രൈമാർക്കിൽ തന്നെയാണ് ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ മേടിക്കുക. ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ബട്ടർഫ്ലൈ ക്ലിപ്സ് കുറേ നാളായിട്ട് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഇന്നും ഞാനത് വാങ്ങിക്കാൻ നോക്കുന്നില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങി നമ്മൾ ഇനി അടുത്തത് പോണത് വിക്ടോറിയ സെൻറ്റർ എന്ന് കാണുന്ന ഒരു എന്താ പറയുക, നമ്മുടെ മോൾ എന്ന് പറയാം. നമുക്ക് മോൾ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ നാട്ടിലെ ലുലു മോളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. കണ്ടോ, ഇവിടെ കുറേ ഇങ്ങനെ ബ്രാൻഡഡ് ഷോപ്സ് ഉണ്ട്. ലൈക്ക് H&M, റിവർ ഐലൻഡ്, അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോണത് ഒരു കോസ്മെറ്റിക് ഷോപ്പുണ്ട്. UK എല്ലാവർക്കും തന്നെ അറിയാം. സൂപ്പർ ഡ്രഗ് എന്ന് പറഞ്ഞിട്ടൊരു കോസ്മെറ്റിക് ഷോപ്പുണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് സ്കിൻ കെയർ സാധനങ്ങളും മേക്കപ്പ് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ട്. സോ വി ഹാവ് ടു ഗോ ടു ദ ഞാനും സോനയുണ്ട്. അങ്ങനെ ഞാൻ ചെന്നു, കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഇതാണ് കേട്ടോ സൂപ്പർ ഡ്രഗ്. ഞങ്ങൾ പോയി നേരെ ഞാൻ പോണത്, എനിക്ക് ഫേസ് വാഷ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ വാങ്ങിച്ച സാധനങ്ങളുടെയും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയണേ കോസ്മെറ്റിക്സിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഷോപ്പിംഗ് ഹോളിൻ്റെ ഒരു വീഡിയോ ആക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ലോണം വിശന്നു. ഏകദേശം ഒരു 2-2:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഷോപ്പിൽ കയറിയിരിക്കുന്ന ജ്വല്ലറി ഞങ്ങൾ ഫസ്റ്റായിട്ട് കയറുന്ന ഷോപ്പാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ജ്വല്ലറിയിൽ കയറുന്നത്.
ഇത് ജൊലീബി എന്ന് തന്നെ ആണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് തിരുത്തി തന്നെ, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അങ്ങനെ ഞാനും സോനയും ബർഗർ വാങ്ങിച്ചു, 2 ഡ്രിങ്ക്സും വാങ്ങിച്ചു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ ഡയറ്റൊക്കെയാണ്, പക്ഷേ നമുക്ക് ഒരു വൺസ് ഇൻ എ മന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചീറ്റ് മീലൊക്കെ ആവാം അല്ലേ. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് വിശേഷമൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ചെറിയൊരു ആശ്വാസത്തിൽ. കാരണം ഭയങ്കര വിശപ്പായിരുന്നു. രാവിലെ തൊട്ടൊന്നും ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ എന്തോ ചെറിയൊരു പഴം എന്തോ മാത്രം കഴിച്ചിട്ട് ഇറങ്ങിയത്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഞങ്ങളുടെ കത്തികൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നിട്ടാണ് എപ്പോഴും ഫുഡ് കഴിക്കുക. ഞങ്ങൾക്ക് അതെന്താണെന്നറിയില്ല. ഞങ്ങൾ ഒരു വീട്ടിലാണെങ്കിലും അതല്ല ഒരു ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് എന്നും എപ്പോഴും എന്തെങ്കിലുമൊക്കെ വിശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനുണ്ടാവും കേട്ടോ. അത് സത്യം പറഞ്ഞൊരു അനുഗ്രഹം. അങ്ങനെ നമ്മുടെ യാത്രകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.